നമസ്കാരം, ഞാൻ സന്ദീപ്. എല്ലാവർക്കും മാത്ത് ബൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ട്രിഗ്നോമെട്രിയെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പൈതഗോറസ് തിയറം പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, റേഷ്യോസിനെ സംബന്ധിച്ച് 2 പോയിന്റുകൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആയാൽ ആ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:1:√2 എന്നായിരിക്കും. അതായത് ഇഫ് ദ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആർ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, then the sides are in the ratio 1:1:√2. അതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ കോണുകളുടെ അളവുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയായാൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്നായിരിക്കും. അതായത് ഇഫ് ദ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, then the sides are in the ratio 1:√3:2 എന്ന അനുപാതത്തിലായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ട്രയാങ്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടു കാണും, എല്ലാവരും പഠിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 103 പേജിൽ 103 ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എഴുതി പഠിക്കുന്ന ഒരു പേപ്പറും കയ്യിലുണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. കാര്യം ഞാനിപ്പം ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയത്. ഇനിയിപ്പം വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാം കൂടി നമുക്ക് ബോർഡിൽ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മലയാളം മീഡിയംകാർക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല. അത് ഞാൻ പറയത്തേ ഉള്ളൂ. അപ്പോൾ അതും കൂടി എഴുതി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സ്ഥലം പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിൽ കരുതുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഇൻ ദ ട്രയാങ്കിൾ ഷോൺ, what is the perpendicular distance from the top vertex to the bottom side and what is the area of the triangle? ഇതിന്റെ മലയാളം ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിൽ മുകളിലെ മൂലയിൽ നിന്ന് താഴത്തെ വരയിലേക്കുള്ള ലംബ ദൂരം എത്രയാണ്, ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നുള്ളതാണ് മലയാള ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് കടക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു റഫ് ഫിഗർ നമുക്ക് ഞാൻ വരയ്ക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഇതിന് ഞാൻ ഇവിടെ 4 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതൊരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ. ഒരു സമപാർശ്വ ത്രികോണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായിരിക്കും, ആ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. ഈ സമപാർശ്വ ത്രികോണത്തിന് എതിരെ വരുന്ന തുല്യ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇത് 120 ഡിഗ്രി ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്. മുകളിലത്തെ മൂലയിൽ നിന്നും താഴത്തെ വരയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം, അതായത് ലംബ ദൂരം വേണം. അതായത് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി D എന്ന് കൊടുത്തു. ലംബ ദൂരമാണ്, ഇതാണ് ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വാട്ട് ഈസ് ദ ഏരിയ, അതുപോലെ തന്നെ അതിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് ലംബ ദൂരം കണ്ടുപിടിക്കണം, ഇതിൻ്റെ പരപ്പളവും കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഐസോസിലസ് ട്രയാങ്കിളിൽ നമ്മൾ പുതിയതായിട്ട് ഒരു പോയിന്റ് കൂടി പഠിക്കാൻ പോവുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടുമാണല്ലോ തുല്യവശങ്ങൾ. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള ഈ വശവും ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കുമെന്ന് നമുക്ക് അറിയാം. ഇനി
ഈ തുല്യമല്ല, ഈ രണ്ട് കോണുകളും തുല്യമാണ്. തുല്യമല്ലാത്ത കോണിൽ നിന്നും തുല്യമല്ലാത്ത ഒരു വശത്തേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, അതൊരു ലൈൻ വരച്ചാൽ, അതായത് 90 ഡിഗ്രി കട്ട് ചെയ്ത് വരച്ചാൽ ആ വര എന്ന് പറയുന്നത് ഈ ബി സി, അതായത് എതിർവശത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നീ രണ്ട് വാക്കുകൾ അതിലുണ്ട്. അങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ദേ ഒരു ലൈൻ വരച്ചു കണ്ടോ, ഇങ്ങനെ വരച്ചിരിക്കുക. ഇത് പെർപെൻഡിക്കുലർ ആണ് കണ്ടോ. ഇനി അടുത്തത് ഇത് ബൈസെക്ടർ ആണ്. ഇത് പെർപെൻഡിക്കുലർ എന്ന് പറയാൻ കാര്യം 90 ഡിഗ്രിയിൽ കട്ട് ചെയ്തു, അതുകൊണ്ട് പെർപെൻഡിക്കുലർ ആണ്. ഇത് ബൈസെക്ടർ ആണ്. ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമായി മുറിക്കുന്നു, സമഭാജി എന്നാണ് അർത്ഥം. പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി കട്ട് ചെയ്യുന്നു, ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമായി മുറിക്കുന്നു. അപ്പം ഇത് ബൈസെക്ടർ ആണ്, തുല്യമായി മുറിക്കുന്നു. പക്ഷെ ഇത് പെർപെൻഡിക്കുലർ അല്ല. എന്നാൽ ഇതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. അതായത് പെർപെൻഡിക്കുലറുമാണ് ബൈസെക്ടറുമാണ്, 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തുല്യമായി മുറിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്താ പറയുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ ഡി എന്ന് പറയുന്നത് ബി സിക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബി ഡിയും ഡി സിയും എന്തായിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്നല്ലേ വരച്ചത്. അപ്പം ആ ഏത് വെർട്ടെക്സിൽ നിന്നാണോ അത് വരയ്ക്കുന്നത് അവിടുത്തെ കോണിനെ തുല്യമായി മുറിക്കുകയും ചെയ്യും. അതായത് തുല്യമായി മുറിക്കും. അതായത് അതിനെ നമുക്ക് എന്താ പറയാം, ആംഗിൾ ബൈസെക്ടർ, അതായത് കോൺ സമഭാജി എന്ന് പറയും. അപ്പം ഇവിടെ 120 ഡിഗ്രി, അപ്പോൾ ഇവിടെ 60 ഡിഗ്രി 60 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ, എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടും. അതിൽ നിന്നും ഈ കോൺ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ കോൺ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. അത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി റേഷ്യോ വെച്ച് നമുക്ക് എന്ത് പിടിക്കാം, ഈ വശം കണ്ടുപിടിക്കാം. ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി, അതായത് ലംബ ദൂരം നമുക്ക് കിട്ടി. ഇനി അതുപോലെ നമുക്ക് ഈ സൈഡും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും. ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. കാരണം ഇത് രണ്ടും തുല്യമല്ലേ. ഇത് രണ്ടും തുല്യമായതിനാൽ ഈ സൈഡ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി, ത്രികോണം എ ബി സിയുടെ പാദവും കിട്ടി. അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എന്നെങ്ങനെ, ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ് ഇട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഫെയറിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ഫിഗർ ഇവിടെ ഉണ്ട്. മേളിലൂടെ 120 ഡിഗ്രി എന്നുണ്ട്. നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. എ ബി സി എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതും തുല്യമാണെന്ന് കിട്ടും. ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അതിൻ്റെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, അതായത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ആ രണ്ട് വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ പുതിയതായിട്ടൊരു പോയിന്റ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുല്യമല്ലാത്ത കോണിൽ നിന്നും നമ്മൾ തുല്യമല്ലാത്ത വശത്തേക്ക്, അതായത് അതിൻ്റെ എതിർ ദിശയിലേക്ക് വശത്തേക്ക് നമ്മൾ ഒരു ലൈൻ, അതായത് ഒരു ലംബം വരച്ചാൽ, അതായത് പെർപെൻഡിക്കുലർ വരച്ചാൽ അതെന്തായിരിക്കും, ലംബ സമഭാജിയായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലറും ആയിരിക്കും, അതുപോലെ തന്നെ ബൈസെക്ടറും ആയിരിക്കും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ എവിടെ നിന്നാണോ നമ്മൾ വരയ്ക്കുന്നത് ആ കോണിനെ ആംഗിൾ ബൈസെക്ടറും ആയിരിക്കും, അതായത് കോൺ സമഭാജിയായിരിക്കും. ഇവിടെ 120 ഡിഗ്രി ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ 60 ഡിഗ്രി 60 ഡിഗ്രി എന്നിങ്ങനെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്ന് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ എ ഡി എന്ന ദൂരം കണ്ടുപിടിക്കണം. അതായത് ലംബദൂരം കണ്ടുപിടിക്കണം. ബി സി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏരിയയും കണ്ടുപിടിക്കണം. നമുക്കപ്പം ഓരോന്നായിട്ട് ചെയ്യാം. ആൻസറേ, ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. അതായത് ത്രികോണം എ ബി സി എന്ന് പറയുന്നത് എന്താണ്, ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ, സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നെല്ലാം എഴുതാൻ കഴിയുന്നുണ്ട്. ഇനി ആദ്യത്തെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ എ ഡി എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ എ ഡി നമുക്ക് കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ ഏതാണ്, എ ഡി വരുന്ന ട്രയാങ്കിൾ എ ബി ഡി ആണ്. എ ബി
ഡി. നമുക്ക് എഴുതാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയാൻ കാര്യം എന്താണ്? എ ഡി ഈസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് ബി എ സി. എ ഡി ഈസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ ആംഗിൾ ബി എ സി. അതായത് എ ഡി എന്ന് പറയുന്നത് ബി എ സിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ്. അതായത് എ ഡി എന്ന് പറയുന്നത് ബി എ സിയുടെ കോൺ സമഭാജിയാണ്. അതാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ആംഗിൾ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താണ് മലയാളം അർത്ഥം? കോൺ സമഭാജിയാണ് അല്ലേ? കോൺ സമഭാജിയാണ് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി കിട്ടി. ഇനി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാര്യം എന്താ? എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് ബി സിക്ക്. അതായത് എ ഡി എന്ന് പറയുന്നത് എന്താണ്? ലംബമാണ് ബി സിക്ക്. അതുകൊണ്ടാണ് ഇത് അല്ലേ ഇവിടെ 90 ഡിഗ്രി കിട്ടിയത്. ഇനി നമുക്ക് അതിൽ നിന്ന് ആംഗിൾ ബി കണ്ടുപിടിക്കാം. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 60 ഡിഗ്രി ആകുമ്പോൾ 150 ഡിഗ്രി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി. ഇവിടെ എത്ര കിട്ടി? 30 ഡിഗ്രി. അപ്പം ഇവിടെയും 30 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക് അല്ലേ? ഇനി നമുക്ക് ആംഗിൾസ് ഒന്ന് എഴുതാം. ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കോണുകൾ വന്നാൽ നമുക്ക് അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ അറിയാം. അതായത് സൈഡ്സിന്റെ അനുപാതങ്ങൾ അറിയാം അല്ലേ? റേഷ്യോ ഓഫ് സൈഡ്സ് 1:√3:2 എന്നുള്ളതായിരിക്കും. അത് നമുക്ക് ട്രയാങ്കിൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ 1 എന്ന് വെച്ചാൽ 30 ഡിഗ്രിക്ക് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ 1. ഈ √3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതായത് √3. ഇനി അടുത്തത് 90 ഓപ്പോസിറ്റ് 2 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു സൈഡ് തന്നേക്കുണ്ട്. ഏതാണ്? എ ഡി ഈസ് ഈക്വൽ ടു, അതായത് റേഷ്യോ 2 വരുന്ന സൈഡ് നമുക്ക് 4 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ റേഷ്യോ എത്ര നമുക്കറിയാം? 2 ആണ്. അപ്പോൾ അതിനൊരു കോൺസ്റ്റന്റ്, അതൊരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പം 2x ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ കിട്ടും. അതായത് 2 എന്ന് പറയുന്ന റേഷ്യോയും x എന്ന് പറയുന്ന ഒരു കോമൺ നമ്പറും 4 സെന്റിമീറ്റർ. അതിൽ നിന്ന് നമുക്ക് x ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? നമുക്ക് 2 എന്ന് കിട്ടി. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കി 2 വശങ്ങളും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ഡി ഫൈൻഡ് ചെയ്യാം. എ ഡി ഈസ് ഈക്വൽ ടു, എ ഡിയുടെ റേഷ്യോ 1 ആണ്. 1 ഇൻറ്റു എക്സ് എന്ന കോമൺ നമ്പർ അത് 2 ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അതുപോലെ നമുക്ക് ബി ഡിയും ഫൈൻഡ് ചെയ്യാം. ബി ഡി ഈസ് ഈക്വൽ ടു റേഷ്യോ √3 ആണ്. അപ്പോൾ റേഷ്യോ √3 ഇൻറ്റു എക്സ്, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ് 2. അപ്പം 2√3 സെന്റിമീറ്റർ. √3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ √3 എന്ന് പറയത്തില്ല, 2√3 പറയുള്ളൂ കേട്ടോ. അപ്പം 2√3 സെന്റിമീറ്റർ. അപ്പം നമ്മൾ എ ഡിയും കണ്ടുപിടിച്ചു, ബി ഡിയും കണ്ടുപിടിച്ചു അല്ലേ? എ ബി നമ്മളെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. നമുക്ക് എഴുതാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, അതായത് ലംബ ദൂരം സമം എത്ര കിട്ടി? ലംബ ദൂരം എ ഡി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പം എ ഡി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ കിട്ടി. അപ്പം ലംബ ദൂരം കിട്ടി. ഇനി നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ലംബ ദൂരം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏരിയ, അതായത് പരപ്പളവും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്? ഏരിയ ഓഫ്
ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പം ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് പരപ്പളവ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. നമുക്ക് നോക്കാം. ഹാഫ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷനകത്തുള്ളതാണ് ഹാഫ്. ഈ ബി എന്ന് പറയുന്നതാണ് ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ ഏതാണ് ഈ ബി സി ആണ് ബേസ് വരേണ്ടത്. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ അല്ലേ കാണുന്നത്. അപ്പം ബി സി ആണ് വരേണ്ടത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ബി സി ഈസ് ഈക്വൽ ടു ഈ ബി സി എന്ന് പറയുന്നത് ബി ഡിയും ഡി സിയും കൂടെ കൂട്ടുന്നതല്ലേ. അപ്പം ബി ഡി പ്ലസ് ഡി സി അല്ലേ. ഇനി ഈസ് ഈക്വൽ ടു ബി ഡി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? ബി ഡി ഈസ് ഈക്വൽ ടു 2√3. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 2√3 വരും. കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആംഗിൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2√3 പ്ലസ് 2√3 ഈസ് ഈക്വൽ ടു 4√3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്ന ബേസ് 4√3 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ എ ഡി എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 2. അപ്പം ഈ 2 വെട്ടിപ്പോൾ ഈസ് ഈക്വൽ ടു 4√3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മളിവിടെ ഏരിയ അതായത് പരപ്പളവാണ് കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ യൂണിറ്റ് കൂടി എഴുതാനായിട്ടുണ്ട്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? സെന്റിമീറ്റർ, ഇവിടെ സെന്റിമീറ്റർ. അപ്പം നമ്മൾ ഫൈനൽ ആൻസർ എന്ത് എഴുതണം? സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. ഇത്ര മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ചെയ്ത് പഠിക്കണം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 103 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പാരലലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലലോഗ്രാം. അതായത് മലയാളം ക്വസ്റ്റ്യൻ: ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികങ്ങളിൽ ഓരോന്നിലും താഴത്തെയും മുകളിലത്തെയും വരകൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. ഓരോന്നിൻ്റെയും പരപ്പളവും കാണുക. ഇവിടെ 2 പാരലലോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ പാരലലോഗ്രാം മാത്രമേ വരച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പാരലലോഗ്രാം നമുക്ക് അടുത്ത ചെയ്യാം. നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പാരലലോഗ്രാം വന്നിട്ട് അതിൻ്റെ ഒരു റഫായിട്ടൊരു ഫിഗർ നമുക്ക് ഇനി ഒന്ന് വരയ്ക്കാം. ഇതാണ് ഒരു പാരലലോഗ്രാം. ഇതിനകത്ത് നമുക്ക് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിട്ട് എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. അതായത് ഇതാണ് ടോപ്പ് സൈഡ്, ഇതാണ് ബോട്ടം സൈഡ്. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് പേര് കൊടുക്കാം. എ ബി സി ഡി. നിങ്ങൾ ഒരു പാരലലോഗ്രാമിന് നെയിം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ നിങ്ങൾ ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലോ കൊടുക്കാറുള്ളൂ. ഒന്നുകിൽ എ ബി സി ഡി അല്ലെങ്കിൽ എ ബി സി ഡി ഇങ്ങനെ കൊടുക്കാറുള്ളൂ. അല്ലാതെ എ ബി സി ഡി അങ്ങനെ കൊടുക്കരുത്. അല്ലെങ്കിൽ എ ബി സി ഡി അങ്ങനൊന്നും അപ്പുറത്തും ഇപ്പുറത്തും ആ ഒരു ഓർഡറില്ലാതെ കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു ഓർഡറിലോ അല്ലെങ്കിൽ തിരിച്ചുള്ള ഓർഡറിലോ കൊടുക്കാമല്ലോ കേട്ടോ. ഇനി നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം സൈഡ്. അതായത് ഈ ടോപ്പ് സൈഡായ എ ഡിയുടെയും ഈ ബി ഡിയുടെയും ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലംബ ദൂരമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ലംബം വരയ്ക്കാം. ഇവിടെ ഡി അല്ല, ഒരു ഡി ഉണ്ടല്ലോ, ഇ. അപ്പോൾ ലംബ ദൂരം വരച്ചു. ഇനി ഈ ലംബ ദൂരം എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്? ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 45. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. 45 ഡിഗ്രി കിട്ടും. പിന്നെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ എ കണ്ടുപിടിക്കാമല്ലോ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്പളവ്. ഈ പാരലലോഗ്രാമിന്റെ നമുക്ക് പരപ്പളവ് കൂടി കണ്ടുപിടിക്കണം. ഏരിയ അതായത് പാരലലോഗ്രാം സാമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു എന്താണ് പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഏരിയ ഓഫ് പാരലലോഗ്രാം ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബേസ് കിട്ടി, കണ്ടില്ലേ? സോറി, ഇവിടെ 4 സെന്റിമീറ്റർ ഉണ്ട്. 4 സെന്റിമീറ്റർ. ബി നമ്മുടെ ഉണ്ട് 4 സെന്റിമീറ്റർ. എച്ച് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിന് ക്വസ്റ്റ്യനിലേക്കാണ്. അതാണ് ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. ഇവിടെ എ, ഇത് ബി, ഇത് സി, ലാസ്റ്റ് ഇവിടെ ഡി. ശേഷം ഞാനൊരു ഹൈറ്റ് വരച്ചു. ഹൈറ്റ് ഞാൻ 90 കൊടുത്തു. അത് ഞാൻ ഇ എന്ന് കൊടുത്തു.
അപ്പോൾ എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ എ ഇ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ആദ്യമേ ആ എ ഇ സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി ഇ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുണ്ട്. ഇനി നമുക്ക് ആംഗിൾ എ ഒന്ന് കണ്ടുപിടിക്കാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ അല്ലേ. 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 135 ഡിഗ്രി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും ആംഗിൾ എ അല്ലേ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം ആംഗിൾ എ എത്രയാണ് ഇവിടുത്തെ? 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ആംഗിളുകളൊന്ന് എഴുതാം. ആംഗിൾസ് കോണുകൾ നമ്മളൊന്ന് എഴുതിയാണ്. ഏതാണ്? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പം അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ, അതായത് വശങ്ങളുടെ അനുപാതം, റേഷ്യോ ഓഫ് സൈഡ്സ് 1:1:√2 ആണ്. അപ്പം ഈ 1 ഉം 1 ഉം √2 വരുന്നവിടെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യും. ഈ 45 ഓപ്പോസിറ്റ് ഇവിടെ 1, ഈ 45 ഓപ്പോസിറ്റ് ഇവിടെ 1, ഈ 90 ഓപ്പോസിറ്റ് ഇവിടെ √2. മനസ്സിലായല്ലോ? അപ്പം നമ്മളിവിടെ എഴുതിയിരിക്കണം, റൗണ്ട് ചെയ്ത് വേണം കാണിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് പറയാം എ ബി ഈസ് ഈക്വൽ ടു, എ ബി നമുക്ക് തന്നിട്ടുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാം, ഈ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ √2 റേഷ്യോ വരുന്നതാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? √2 x ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അപ്പം x ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടും അല്ലേ. ഇതിപ്പോൾ ഒരു റാഷണൽ ഫോമിലാണ് നടക്കുന്നത്, p/q ഫോമിലാണ് നടക്കുന്നത്. ഒരിക്കലും നമുക്ക് ഡിനോമിനേറ്റർ ഒരു √2 നമ്പർ എഴുതാൻ കഴിയില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന് പറയും. അതായത് താഴെ മേലെ √2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇൻറ്റു √2 ഈസ് ഈക്വൽ ടു 2 ഉം √2 ഉണ്ടെങ്കിൽ 2√2 എന്ന് കിട്ടും, താഴെ 2 എന്ന് കിട്ടും. അപ്പം ഈ 2 ഉം ഈ 2 ഉം ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. അപ്പം x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? √2 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബാക്കി സൈഡ്സ് കണ്ടുപിടിക്കാം. എ ഇ ഈസ് ഈക്വൽ ടു അവിടുത്തെ റേഷ്യോ ആയ 1 ഇൻറ്റു എക്സിൻ്റെ വിലയായ √2 ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. ഇനി ബി ഇ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാര്യം ബി ഇ നമുക്ക് വേണ്ടല്ലോ. ബേസ് എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടിയല്ലോ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ലംബ ദൂരം ഈസ് ഈക്വൽ ടു √2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടി? മനസ്സിലായല്ലോ, √2 സെന്റിമീറ്റർ കിട്ടിയത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പാരലോഗ്രാം, അതായത് സാമാന്തര്യത്തിന്റെ പരപ്പളവ് കാണണം അല്ലേ. ഏരിയ ഓഫ് പാരലലോഗ്രാം, അതായത് സാമാന്തരികം. ഇനി അതുപോലെ തന്നെ പരപ്പളവ്, സാമാന്തര പരപ്പളവ് ഇക്വേഷനാണ് b ഇൻറ്റു എച്ച് അല്ലേ. നമുക്ക് b എത്രയാണ്? അതായത് b ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു, b എന്ന് പറയുന്നത് ഏതാണ്? BC ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് AE ഈസ് ഈക്വൽ ടു, BC നമ്മൾ കണ്ടുപിടിച്ചത്, BC നമുക്കറിയാം 4 സെന്റിമീറ്റർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് √2 സെന്റിമീറ്റർ. അപ്പോൾ 4 ഇൻറ്റു √2 4√2 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? എല്ലാവരും ചെയ്ത് പഠിക്കുക. അപ്പം ഇതിനകത്ത് അപ്പം പാരലലോഗ്രാം എന്ന് വെച്ചാൽ സാമാന്തരികം എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ പിന്നെ പഠിച്ചത് സാമാന്തരികത്തിന്റെ പരപ്പളവാണ്, അതായത് പാരലോഗ്രാമിന്റെ ഏരിയ ആണ് ഇക്വേഷൻ b ഇൻറ്റു എച്ച്, ബ്രേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഇതിനകത്ത് പുതിയ പോയിന്റ് ആയിട്ട് പഠിച്ചത്. ഇത് നമ്മൾ പഠിച്ചു വെച്ചോളാം.
ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു സാമാന്തരികം തന്നിട്ടുണ്ട്, അതൊരു പാരലോഗ്രാം. അതിനകത്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് 45 തന്നു, ഇപ്പോൾ 60 ഡിഗ്രി തന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലംബദൂരം, അതായത് എ കാണണം, പരപ്പളവ് കാണണം. ലംബദൂരം കണ്ടുപിടിക്കാനുള്ള പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഏതാണ്? ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എ ഇ ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം എ ഇ വരുന്ന ട്രയാങ്കിൾ എടുക്കണം. ഇൻ ട്രയാങ്കിൾ എ ബി ഇ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി 60, ആംഗിൾ ഇ 90 ഡിഗ്രി എന്നറിയാം. ഇനി നമുക്ക് ആംഗിൾ എ ഒന്ന് കണ്ടുപിടിക്കാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ. 180 നിന്നും ആംഗിൾ ബിയും ആംഗിൾ ഇയും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ കിട്ടും. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരുന്നു. 60 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇത് ഇത്രയും നമുക്ക് ചെയ്യാനാണ്, നമ്മൾ കുറേ നേരം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സൈഡ് ആംഗിൾസ് എഴുതാം. ആംഗിൾസ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി അതിൻ്റെ റേഷ്യോസ് എഴുതാം, അതായത് വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്നായിരിക്കും. ഇനി ഈ അംശബന്ധം നമുക്ക് ത്രികോണത്തിൽ നിന്ന് മാർക്ക് ചെയ്യാം. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അപ്പോൾ ഇതാണ് 30 ഡിഗ്രി ഇട്ട്, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് 1. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. ഇത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു വശം തന്നിട്ടുണ്ടല്ലോ, എ ബി ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എ ബിയുടെ എത്രയായിരുന്നു? റേഷ്യോ 2 ആയിരുന്നു. അപ്പം നമുക്ക് എന്ത് എഴുതാം? 2x ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം അല്ലേ? അതിൽ നിന്ന് എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു 2/2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. നമുക്ക് എക്സ് എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്കത് വെച്ച് നമുക്ക് വേണ്ടതാണ് എ ഇ ആണ് വേണ്ടത്. അപ്പം എ ഇ ഈസ് ഈക്വൽ ടു റേഷ്യോ എത്രയാണ്? √3 ഇൻറ്റു നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അതായത് ഗുണിക്കേണ്ട കോമൺ നമ്പർ 1, എക്സ് ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ലംബ ദൂരം കിട്ടി. ഇതാണ് എ ഇ ഈക്വൽ ടു ലംബദൂരം ഈക്വൽ ടു എ ഇ ഈക്വൽ ടു √3 എന്ന് കിട്ടി. അല്ലോ, ഇത് നമുക്ക് കിട്ടും √3 എന്ന് കിട്ടി കൊടുത്ത. ഇനി നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? പരപ്പളവ്, അതായത് ഏരിയ. ഏരിയ ഓഫ് പാരലലോഗ്രാം അല്ലേ? അതായത് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്പളവ്, പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്തരികം ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറയാൻ നമുക്കറിയാം, ഏതാണ് ബി എന്ന് പറഞ്ഞാൽ? ബി സി, സോറി ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ബി സി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പം എ ഇ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് പഠിക്കുക. ബാക്കി പ്രോബ്ലംസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.